എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പൊ നമുക്കൊരു പെൻപാൽ ഉണ്ടാക്കിയാലോ? സംഭവം ഒരു അടിപൊളി പെൻപാലാണ്. കാരണം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിലുള്ള ഒരുപാട് സാന്റാക്ലോസിനും അതുപോലെ ക്രിസ്മസ് ട്രീ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ക്രിസ്മസിന്. സോ നിങ്ങളുടെ മനസ്സിലേക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്താണ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്യട്ടോ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പെൻപാൽ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് തീമിലാണ്. സോ ഡിസംബറിൽ ഒരു പെൻപാൽ അയക്കുമ്പോൾ അതെന്തായാലും ക്രിസ്മസ് തീമിലാക്കണം എന്നെനിക്കൊരു എന്താ പറയാ ഒരിഷ്ടം. ഞാൻ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് തീമിൽ പെൻപാൽ അയച്ചു തരുന്നത്. കാരണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കാരണമാണ് കേട്ടോ. അപ്പൊ ഒരുപാട് പേര് എന്താ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനെയൊക്കെ പോയിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര സാഡായിട്ട് നിൽക്കായിരുന്നു. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്ലൈ കിട്ടി. അത് ആരതാന്ന് ചോദിച്ചാല് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും പേര് ആരതാന്നുള്ളത്. നമ്മുടെ യാ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നിന്നാണ് കേട്ടോ. സോ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടു. കാരണം അവര് ഓക്കെ പറഞ്ഞതും പിന്നെ അതുമല്ല നമുക്ക് ക്രിസ്മസിന്റെ തീമിൽ നമ്മൾ ചെയ്യാറിയുമ്പോൾ നമുക്കതൊരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പെൻപാൽ ലെറ്റർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ക്രിസ്മസ് തീമിലാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെയാ പറഞ്ഞേ, സെയിം തന്നെ രണ്ടു വട്ടം പറഞ്ഞു എന്ന് തോന്നുന്നു. സ്റ്റിൽ നിങ്ങളതൊക്കെ എന്താ പറയാ ക്ഷമിക്കുക, അത്ര തന്നെ, വേറെ പണിയൊന്നുമില്ല. അപ്പൊ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താണെങ്കിൽ കുറച്ച് നന്നായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ലെറ്റർ എഴുതാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അതിനെ കുറച്ച് എന്താ പറയാ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഡിയർ യാ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ലെറ്ററിൽ പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു നമ്മുടെ കാര്യങ്ങളും അതുപോലെ അവരോടുള്ള നമ്മുടെ കുറച്ച് വിശ്വസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾ ലെറ്റർ ഈ ഒരു ഡെക്കറേഷനാട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ലെറ്റർ ഞാൻ എഴുതി കഴിഞ്ഞു, സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗുഡീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിന് കുറച്ചും കൂടിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു കുറവും കാണിക്കാൻ പാടില്ല. സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണമെങ്കിൽ ഞാൻ എന്നെ അപേക്ഷിച്ച് വേറെ ആളുണ്ടാവൂല. കാരണം ഞാൻ അത്രയും വാരിക്കോരി ഒട്ടിക്കാറുണ്ട് ഗൈസ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. നമുക്ക് അതിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഒട്ടിക്കറിയുമ്പോൾ ഇങ്ങനെ ഒരു ഒരു രസമുള്ള പ്രൊസീജിയർ ആണത്. സോ പിന്നെ നമുക്ക് അതിന് ഒരു എന്താ പറയാ ലെറ്ററിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവർ ഉണ്ടാക്കാൻ വിചാരിച്ചു. നോർമലായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനെ കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ട് ഒരു റെഡ് കളറൊക്കെ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുത്തു. അതുപോലെ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ബെൽറ്റിന്റെ രീതിയായിട്ട് നമ്മുടെ ക്രിസ്തപ്പൂപ്പന്റെ ഇതിലുള്ള ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, ഒരു ബ്ലാക്ക് കളറിൽ. അപ്പൊ ഞാൻ ആ ഒരു തീമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എത്രത്തോളം അത്രയായി വന്നിക്കണോന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ സംഭവം ഇപ്പൊ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം അടിപൊളിയാണ് നല്ലത്. ഓക്കെ. നമ്മൾ വിചാരിച്ച എന്താ, കാരണം ഇത് ഞാൻ ഒരു രാത്രി കൊണ്ടാണ് ഇത് മൊത്തം ഞാൻ സെറ്റ് ചെയ്തത്. കാരണം അവർക്ക് ഒരു ട്രിപ്പോ എന്തോ ഒന്ന് പോവാണ്ടായിരുന്നു ഗൾഫിലേക്കോ എവിടേക്കോ. അതുകൊണ്ട് 19-ാം തീയതിയുടെ മുന്നേ ഇത് കിട്ടണം എന്നുണ്ടായിരുന്നു അവർക്ക്. എന്നാലുള്ളൂ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ആദ്യം. അപ്പോൾ ഒക്കെ ജനുവരിയിൽ പെൻപാല് ചെയ്യാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ക്രിസ്മസ് തീമിൽ അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നാ ഇങ്ങനെ ഒരു ഡേറ്റ് ഉണ്ട്, 19-ാം തീയതി പോവും, അപ്പൊ അതിനുള്ളിൽ അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയക്കാം എന്നുള്ള ഒരു ഡിസിഷൻ പറഞ്ഞു. അപ്പൊ ഓക്കെ, ഓക്കെ സെറ്റാണ്, ഞാൻ അപ്പൊ തന്നെ അയക്കാം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് സെറ്റ് ചെയ്തതാണ് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഡെക്കറേറ്റ് ഈ സംഭവങ്ങൾ ഒരു വട്ടം കണ്ടിട്ടുണ്ടാവും എൻ്റെ ഷോർട്സ് കാണുന്നവരാണെന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് ചെറിയൊരു ഇതിലേക്ക് എന്താ ബോള് പോലത്തെ സംഭവത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ബ്രേസ്ലെറ്റിൽ ഹാങ് ചെയ്ത് കൊടുത്തു കേട്ടോ. സംഭവം നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. എനിക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു, നേരിട്ട് കാണാൻ സോ ക്യൂട്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു സേഫ്റ്റിക്ക് ഞാൻ കുറച്ചും കൂടി ഒരു സൂപ്പർ ഗ്ലൂ ജസ്റ്റ് ടൈമിൽ ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ അഥവാ അത് പൊട്ടി പോരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, ഒരു സേഫ്റ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓരോന്ന് ഇടണത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എന്തോ ഓണായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പോഴാണ് അത് എന്താ ക്യാമറ ഓണാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതങ്ങനെ സെറ്റായി. പിന്നെ ക്രിസ്മസ് തീമിൽ തന്നെ നമ്മുടെ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഇതാണല്ലോ, ഈ ഗ്രീൻ ഗോൾഡ് റെഡ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഞാൻ അതും കൂടി അതിൽ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് എന്താ പറയാ കാർഡ്സ് പോലത്തെ ഇങ്ങനത്തെ കുറച്ച് ക്രിസ്മസ് കാർഡ് ഉണ്ടായിരുന്നു, അപ്പൊ അതും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു
കവറിലിട്ടിട്ടാണ് കൊടുക്കുന്നത്. വാഷി ടേപ്സും അതും അങ്ങനെ കവറിലിട്ടു. പിന്നെ അങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സും. അതിൽ ആ ഒരു തീം കിട്ടുന്നത് കുറച്ച് കുറവായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അതും പിന്നെ കുറച്ച് കവായി സ്റ്റിക്കേഴ്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തം ക്രിസ്മസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇതാക്കണ്ട, ബോറടിപ്പിക്കണ്ട. അപ്പൊ കുറച്ച് വേറെയും വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് ആ സംഭവം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് സ്റ്റിക്കേഴ്സും അതുപോലെ കുറച്ച് കാർഡ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് കാർഡ്സും സംഭവങ്ങളും സ്റ്റാമ്പ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാഷി ടേപ്സ് വെച്ചു, ആ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്, എന്താ പറയുക, സീക്വൻസ് ഉണ്ടാവുമല്ലോ, ആ സാധനം കുറച്ചാണ് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എൻ്റെ അടുത്ത് ഉള്ള സംഭവങ്ങളാണ് ഇതൊക്കെ, ഓൾറെഡി ഉള്ളതാണ്. ഞാൻ പുതുതായിട്ട് മേടിച്ചതൊന്നുമല്ല, എൻ്റെ അടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. എന്നിട്ട് പിന്നെ അതിന് ഇങ്ങനെ ഒരു ക്രിസ്മസ് തീമിലുള്ള ഒരു ഇത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു, സംഭവം സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ 2 പാക്കറ്റും സെറ്റ് ആയിട്ടോ. ഒന്നിൽ നമ്മുടെ ബ്രേസ്ലെറ്റും പിന്നെ ഒന്നിൽ കുറച്ച് സ്റ്റിക്കേഴ്സും വാഷി ടേപ്സും ഒക്കെ ആയിട്ട്. ഇനി ഞാൻ വിചാരിച്ചു കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ, അധികം പെൻപാലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ അതൊരു ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. പിന്നെ കുറച്ച് ഭംഗിയാക്കാനും കുറച്ച് വാഷി ടേപ്സ്. അതിന്റെ ബാക്കിൽ എന്ന് പറയുന്നത് അതൊരു ക്രിസ്മസ് തീമിലുള്ള ഒരു കാർഡാണ് കേട്ടോ. അപ്പൊ ഇനി ഇത് വായിച്ചു നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇത് കാർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ ബാക്കിൽ തന്നെ അങ്ങനെ എഴുതിയത് കേട്ടോ. ഇനി വല്ല ജേർണലിങ്ങോ അല്ലെങ്കിൽ ക്രിസ്മസ് ആയിട്ട് കാർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടിച്ചു കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുതി. പിന്നെ ഒന്നിൽ ക്വസ്റ്റ്യൻസ് എഴുതി, ഒന്നിൽ ദിസ് ഓർ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാട്ടോ അടുത്ത റെക്കോർഡ് കൊടുക്കുന്നത്. കാരണം കുറച്ച് റെക്കോർഡ് ആയതിനു ശേഷം മൈക്കയുടെ ചാർജ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാനത് ചാർജൊക്കെ കഴിഞ്ഞിട്ട് ചെയ്തതിനു ശേഷം ഇതിന് കുറച്ച് കഴിഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഞാനതിന് മുന്നേ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് അത്ര വലിയതായിട്ട് ഓർമ്മയില്ല. ഇപ്പൊ ഞാൻ രണ്ടാമത് പറയാൻ പോണതും ആദ്യത്തെയും സംതിങ് രണ്ടും ഒരുപോലെ ആണെങ്കിൽ ക്ഷമിക്കുക, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. ഓക്കെ. അപ്പോൾ ഇനിയുള്ളത് ലെറ്ററിന്റെ ഫ്രണ്ട് പേജ്, ഐ മീൻ ലെറ്റർ കവറിന്റെ ഫ്രണ്ട് പേജ് ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ രണ്ടാമത് ഞാൻ വീണ്ടും സെറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിരുന്നു. അതിന്റെ എന്താ പറയാ, നമ്മൾ കൊടുത്ത ഇങ്ക് ജസ്റ്റ് എന്റെ കൈ കൊണ്ട് ഇതാക്കിയപ്പോൾ മൊത്തത്തിൽ പെനഞ്ഞു പോയി. ഐ മീൻ എന്താ പറയാ, മൊത്തത്തിൽ ഇങ്ങോട്ട് സെറ്റായി പോയി, കേടായി. അപ്പൊ പിന്നെ രണ്ടാമത് വീണ്ടും സെറ്റാക്കി കൊടുത്തായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം ഇട്ടേക്കാൻ വേണ്ടിയിട്ടൊരു ബോക്സ് വേണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം സാധാരണ നോർമൽ ബോക്സിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കവറിൽ ഇട്ട് കൊടുത്തിട്ട് റാപ്പ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. സോ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു കാർഡ് സ്റ്റോക്കിന്റെ, ഐ മീൻ പേപ്പറിന്റെ എടുത്തിട്ട് അതുകൊണ്ട് നമുക്കൊരു ബോക്സ് ഉണ്ടാക്കാം. ബോക്സ് ഉണ്ടാക്കണ അത്ര വലിയ പരിപാടിയൊന്നുമല്ലല്ലോ, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏകദേശം എത്ര അളവിലാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്തതിന് ശേഷം ജസ്റ്റ് ഈ 4 ഭാഗം ഒന്നിങ്ങനെ വെട്ടി കൊടുക്കുക. വെട്ടി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതേപോലെ തന്നെ ചെയ്യാട്ടോ. ഐ മീൻ ഒരു ഭാഗത്ത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം ആയിരിക്കണം കട്ട് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ മറ്റേ നമ്മൾ ക്വസ്റ്റ്യൻസും അവിടെ ദിസ് ഓർ ദാറ്റ് എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക്, എന്തോ അതിനൊരു എന്താ പറയാ കുറവ് തോന്നി. അപ്പൊ ഞാൻ അതിനൊന്നും കൂടി ഒന്ന് ഭംഗിയാക്കി കൊടുത്തു കേട്ടോ. ഇതേപോലെ കുറച്ച് എന്താ പറയാ, ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റിന്റെ ഓയിൽ ഷീറ്റോ അങ്ങനെ എന്തോ ഒരു പേരാ പറയുന്നത് തോന്നുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന് അങ്ങനെ കുറച്ച് ഇങ്ങനെ മിനുക്കം, ഐ മീൻ ഡോട്ടുകൾ വരുന്ന സംഭവം കേട്ടോ അത്. അപ്പോൾ അതിൽ എന്നിട്ട് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അതിനൊന്ന് എന്താ പറയാ ഒരു ക്യൂട്ട്നെസ് കൊണ്ടിച്ചു. അതിലറിയാതെ ഒരു മുട്ടായി ആ എന്താ പറയാ ബട്ടർഫ്ലൈമ പോയി ഒട്ടി. കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പാടുപെട്ടു അതെടുക്കാന്. ബട്ട് സ്റ്റിൽ നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഇപ്പോൾ അതിന്റെ ലുക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മുടെ ലെറ്റർ കവറിന്റെ ഞാൻ പറഞ്ഞല്ലോ, അത് ഒന്നും കൂടി ഒന്ന് ക്യൂട്ടാക്കി കൊടുക്കാൻ ഞാനൊരു മെസ്സേജിന്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ധൈര്യം ഒട്ടിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ടാമത് വീണ്ടും ഒട്ടിച്ചതാണ് കേട്ടോ ഈ പേര് എഴുതിയത്. സംഭവം ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു റെഡും ബ്ലാക്കും കൂടി ആയിരുന്നു. പക്ഷെ അത് ആ ഇങ്ക് അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗിഫ്റ്റ്, 2 ഗിഫ്റ്റ് അങ്ങനെ വെച്ചു, ക്വസ്റ്റ്യൻസ് വെച്ചു, അതുപോലെ നമ്മുടെ ലെറ്റർ സംഭവം വെച്ചു. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ്, ഇത് കട്ട് ചെയ്യണ സംഭവമാണ് കേട്ടോ. നമ്മുടെ പഞ്ച് മെഷീനിൽ വെച്ചിട്ട് കട്ട് ചെയ്ത സംഭവമാണ്, അല്ല നമ്മൾ കട്ട് ചെയ്തെടുക്കുകയല്ല കേട്ടോ. അപ്പൊ പിന്നെ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വെറുതെ ഒരു ഗുഡ്നെസ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ എത്ര ഇട്ടാലും മതിയാവൂല എന്ന് പറയലോ, അതായത് ആ ഒരു സംഭവമാണ് ഇത്. ഇത് ഓക്കെ ആണോ, അങ്ങനെ ഒരുപാട് എന്താ പറയാ സംഭവങ്ങൾ ഇടാൻ തോന്നും. അതിന്റെ ഒരു എന്താ പറയാ വീക്ക്നെസ്സും ആണ്. ഒരു രസമല്ലേ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇതായിട്ട് കാണാൻ ഒരു രസമാണ്.
അപ്പൊ എന്നിട്ട് അതിന്റെ ബോക്സിന്റെ ഫ്രണ്ട് പേജ് ഒന്ന് സെറ്റപ്പ് ചെയ്യണമല്ലോ. നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ട് കിട്ടണമല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് സ്ലൈസുകൾ പോലത്തെ കേക്കിന്റെ സംഭവമാണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടാട്ടോ, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ആ സംഭവം ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ ഒരു വീടിന്റെ ഉള്ളിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ നിൽക്കുന്ന ആ ഒരു സംഭവം, അത് സ്റ്റിക്കർ അല്ലായിരുന്നു, എന്താ അതിന്റെ പാറ്റേൺ പേപ്പറിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ബുക്കിന് ഞാൻ കട്ട് ചെയ്തെടുത്താ കേട്ടോ. അപ്പോൾ അത് സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വാരിക്കോടി ഒട്ടിച്ചു കൊടുത്തു. അതിനൊരു കോളാക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമായിക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തോ, ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ബോക്സും എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ റാപ്പ് ചെയ്യാൻ എന്തോട്ട് റാപ്പ് ചെയ്തിട്ട് ഞാൻ കുറെ അന്വേഷിച്ചു. കാരണം നമ്മൾ നൈറ്റിലാണ് ചെയ്യുന്നത്, നമുക്ക് പോയി മേടിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ എന്താ മേശയിൽ അവിടെ ഇവിടെ കുറെ തപ്പി നോക്കിയിട്ട് ലാസ്റ്റ് ഈ ഒരു റാപ്പർ കിട്ടിട്ടോ. ആ റാപ്പർ കിട്ടിയപ്പോ ഓക്കെ സെറ്റ്. അപ്പൊ അങ്ങനെ അത് സെറ്റായി. ഇത് റാപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സിൽ ഇടാം കേട്ടോ. ഞാൻ സാധാ നോർമൽ റാപ്പിംഗ് ആണ്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ അത്ര തന്നെ ഉള്ളൂ. അപ്പൊ ഇനി ഇതൊക്കെ ഞാൻ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയൊക്കെ ചെയ്യാം. ശരി.